യുദ്ധം 6-ാം ദിവസത്തിലേക്ക് കടന്നതോടെ ഇറാനിൽ കൊല്ലപ്പെട്ടവർ 1230 ഇറാനു നേർക്ക് ആക്രമണം കൂടുതൽ കടുപ്പിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. പുതുതായി 4 ആശുപത്രികൾക്കും 2 സ്കൂളുകൾക്കും നേരെ ആക്രമണം നടന്നതായി ഇറാൻ ആരോപിച്ചു. ഇസ്രായേൽ നഗരങ്ങളിൽ ഇറാനിൽ നിന്നുള്ള മിസൈൽ പതിച്ച് നിരവധി പേർക്ക് പരിക്കേറ്റു. ഖത്തർ, സൗദി അറേബ്യ, കുവൈറ്റ് എന്നീ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നു. MCA നാസർ വിവരങ്ങൾ നൽകും. നാസർ, ഗൾഫ് മേഖലകൾ കേന്ദ്രീകരിച്ച ഇറാന്റെ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ എത്രത്തോളം ശക്തമായിരുന്നു? ദിവ്യ, ഇന്നലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് കൂടുതൽ ആക്രമണങ്ങളാണ് വിവിധ ഗൾഫ് നഗരങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വളരെ ശക്തമായിട്ടുള്ള മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു. അവയൊക്കെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നാണ് സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, UAE എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും അവസാനം അല്പം മുമ്പാണ് അബുദാബിക്ക് നേരെ നടന്ന ആക്രമണങ്ങളെയും ഫലപ്രദമായി തന്നെ പ്രതിരോധ മന്ത്രാലയം പ്രതിരോധിച്ചു. അതോടൊപ്പം തന്നെ ഖത്തറിന് നേരെയും ഇന്ന് ഏറെ നേരം മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടന്നിരുന്നു. പക്ഷെ അതൊക്കെയും പൂർണ്ണമായിട്ട് നിർവീര്യമാക്കാൻ സാധിച്ചതായിട്ട് ഖത്തറും അറിയിച്ചിട്ടുണ്ട്. കുവൈത്തിന് നേരെ നടന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളും തകർക്കാൻ സാധിച്ചു. അവിടെ തുറമുഖത്തിന് നേരെ ആക്രമണം എന്ന വാർത്ത അധികൃതർ നിഷേധിച്ചിട്ടുണ്ട്. തുറമുഖത്ത് നിന്ന് ഏതാണ്ട് 60 കിലോമീറ്റർ അകലെ സമുദ്രത്തിൽ ഒരു കപ്പലിന് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ നടന്ന ശ്രീലങ്കയിൽ വെച്ച് തങ്ങളുടെ സൈനിക കപ്പൽ അപകടത്തിൽപ്പെട്ട ഒരു സാഹചര്യത്തിൽ അതിനുള്ള ഒരു പ്രതിരോധം എന്നതിലേക്ക് ഇറാൻ വളരെ ശക്തമായിട്ടുള്ള ഒരു നീക്കം നടത്തി. അങ്ങനെ അമേരിക്കയുടെ ഒരു എണ്ണ കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായിട്ട് ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ 4 രാജ്യങ്ങളിലേക്കും ആക്രമണം വ്യാപിക്കുകയായിരുന്നു. UAE ഇതുവരെ നടന്ന ആക്രമണത്തിൽ 93 പേർക്കാണ് പരിക്കേറ്റതെന്ന് അധികൃതർ അല്പം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ദിവ്യ, MCA, ഇവിടെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെയും ആക്രമണം നോക്കിയാൽ ഇറാന് പുറമെ തന്നെ ലബനാനിലും അതിശക്തമായ ആക്രമണങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടങ്ങളിലും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണോ റിപ്പോർട്ട് ചെയ്യുന്നത്? ദിവ്യ, തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും സിവിലിയൻ കുരുതിയാണ് വളരെ വ്യാപകമായിട്ട് നടക്കുന്നത്. ഇപ്പോൾ വളരെ ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ ലബനാനിൽ മാത്രം 100-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തിലധികം പേർ അഭയാർത്ഥികളായിട്ട് മാറപ്പെടുന്ന ഒരു സാഹചര്യം. കാരണം കരസേന കൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പ്രവേശിച്ചതോടുകൂടി സംഭവിച്ചിരിക്കുന്ന ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ സാധാരണ ജനങ്ങൾ പൂർണ്ണമായിട്ടും പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് മേഖലകളിൽ അതിശക്തമായ ആക്രമണം തുടരുകയാണ്. വിശദാംശങ്ങളാണ് MCA നാസർ നൽകിയത്.